നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ. അങ്ങനെ ഈ പുരസ്കാര നിറവിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തന്നെയാണ്. സഹനടനും അതുപോലെ തന്നെ മികച്ച തിരക്കഥയ്ക്കടക്കമുള്ള നിരവധി അവാർഡുകൾ ഈ മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നു. ഇതിലേറ്റവും ആശ്ചര്യപ്പെടുത്തിയത് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരമാണ്. ആ പുരസ്കാരം മറ്റാർക്കുമല്ല, വേടനാണ് ലഭിച്ചത്. നമുക്കറിയാം, ആധുനിക റാപ്പ് സംഗീതത്തിലൂടെ, മലയാളത്തിലെ റാപ്പ് സംഗീതത്തിലൂടെ മലയാളികളെ അടുത്തിടെ ഏറെ വിസ്മയിപ്പിച്ച ഒരു കലാകാരനായിരുന്നു വേടൻ. പക്ഷേ വേടൻ അടുത്തിടെ നിരവധി വിവാദങ്ങളിൽപ്പെട്ടു. പ്രത്യേകിച്ച് കഞ്ചാവ് കൈവശം വച്ചു എന്നുള്ള കേസിൽ, മറ്റൊന്ന് ഒന്നിലധികം പെൺകുട്ടികൾ നടത്തിയ ലൈംഗിക പീഡന പരാതി. ഇങ്ങനെ ഉള്ള പരാതിയിൽ കേസായി, ഒളിവിൽ പോയി, FIR ഇട്ടു, ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി, കോടതി ജാമ്യം അനുവദിച്ചു. ഈ ഒരു അവസ്ഥയിലാണ് വേടൻ്റെ ഇപ്പോഴത്തെ യാത്ര. ഇതിനിടയിലാണ് മഞ്ഞുമൽ ബോയ്സിലെയും മറ്റൊരു ചിത്രത്തിലെയും ഗാനരചനയ്ക്ക് വേടന് അവാർഡ് ലഭിച്ചത്. തെറ്റൊന്നുമില്ല, വേടൻ ഒരു കലാകാരനായിരിക്കാം, വേടന് സ്വാഭാവികമായും ഈ പറയുന്ന അവാർഡ് കിട്ടാൻ അർഹതയുണ്ട്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ന്യായം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണ്ടേ? 2023 ഇറങ്ങിയ ഒരു സിനിമയാണ് ഹോം. വളരെയധികം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ സിനിമ. മലയാളികളെ മലയാളത്തിൻ്റെ തനിമയാർന്ന ചിത്രങ്ങളിലേക്ക് ആകർഷിച്ച ഒരു ചിത്രം. ചെറിയ ബഡ്ജറ്റിൽ വന്ന് വളരെയധികം ജനങ്ങളെ സ്വാധീനിച്ചൊരു ചിത്രം. ആ ചിത്രം 2023 ആ ചിത്രം ഇറങ്ങി 2023 ഈ ചലച്ചിത്ര അവാർഡുകൾക്ക് പരിഗണിക്കുന്ന വേളയിലാണ് ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉയരുന്നത്. ആ സമയത്താണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണവും പരാതിയുമൊക്കെ ഉയർന്നു വരുന്നത്. ഈ ചിത്രത്തിലെ അഭിനയം മികച്ചതായിരുന്നു. ഈ പ്രധാന നടനായ ഇന്ദ്രൻസിനും നടിയായ മഞ്ജു പിള്ളയ്ക്കും സംസ്ഥാന അവാർഡ് ലഭിക്കുമെന്ന് ഏവരും കരുതി. എന്നാൽ ഈ ചിത്രത്തെ അവാർഡിന് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു അവാർഡുകളും ഈ ചിത്രത്തിന് നൽകിയുമില്ല. അന്ന് ജൂറി ഇതിന് ന്യായമായി പറഞ്ഞത്, ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെതിരെ ലൈംഗിക പീഡന പരാതി ക്രിമിനൽ കേസ് നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ ഒരു അവാർഡിനും പരിഗണിച്ചില്ല ജൂറിയുടെ ഒരു പ്രത്യേക തീരുമാനമായിരുന്നു ഇത് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. പിന്നീട് ഈ ചിത്രത്തെ പരിഗണിച്ച ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണയ കമ്മിറ്റി 69ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഈ ചിത്രത്തിന് പുരസ്കാരങ്ങൾ നൽകി. കണ്ണീരോടെയാണ് നടൻ ഇന്ദ്രൻസ് ഈ പുരസ്കാര പ്രഖ്യാപനം TV കണ്ടത്. അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി നൽകുകയും ചെയ്തു. കേരളത്തിൽ എന്താണോ നിഷേധിക്കപ്പെട്ടത് അത് കേന്ദ്രം നൽകി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാരാംശം. ഇത് ഒരു ഉദാഹരണം. ദിലീപ് സ്ത്രീപീഡന ആരോപണ കേസിൽ, ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടപ്പോൾ ദിലീപിന്റെ ഹിറ്റ് സിനിമയായ രാമലീലയെ പുരസ്കാരത്തിന് പരിഗണിക്കുക പോലും ചെയ്തില്ല അന്നത്തെ ജൂറി. അതിനും പറഞ്ഞ ന്യായീകരണം ഇതാണ്: ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട നടൻ അല്ലെങ്കിൽ നായകൻ ഒരു സ്ത്രീപീഡന കേസിൽ, ക്രിമിനൽ കേസിൽ ആരോപണ വിധേയനാണ്, അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ പുരസ്കാരത്തിന് പരിഗണിക്കാനാവില്ല. ഇവിടെ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് ഗായകൻ അല്ലെങ്കിൽ ഗാനരചയിതാവ്, അയാൾക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള കേസ്, ക്രിമിനൽ കേസ്, അതിനയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. അതുകൂടാതെ ഒന്നിലധികം സ്ത്രീ പീഡന പരാതികൾ, റേപ്പ് കേസുകൾ അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അയാൾ ഒളിവിലായിരുന്നു, മാസങ്ങളുടെ ഒളിവിലായിരുന്നു. ഒടുവിൽ മുൻകൂർ അറസ്റ്റ് ചെയ്തു കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ പുറത്തിറങ്ങി. അയാൾക്ക് എന്തുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ ഈ പറയുന്ന വാദങ്ങൾ ഇയാളുടെ കേസിൽ മാത്രം അത് പ്രാബല്യത്തിൽ വരാത്തത്, അത് ബാധകമാകാത്തത്? ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണോ, അതോ പിണറായി സർക്കാരിനെ പൊഴുത്തി പറയുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ഇടത് സഹയാത്രികനായതുകൊണ്ടാണോ ഈ വേടന് ദിലീപിനോട് പറഞ്ഞ ന്യായീകരണവും, ഈ ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയും പറഞ്ഞ ന്യായീകരണവും, അതുപോലെ തന്നെ വിജയ് ബാബുവിനോട് പറഞ്ഞ ന്യായീകരണവും ഒന്നും വേടൻ്റെ കാര്യത്തിൽ ബാധകമാകാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം ന്യായമല്ലേ? ഇവിടെ
നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. കാരണം മമ്മൂട്ടി മികച്ച നടൻ തന്നെയാണ്. ഏറ്റവും അധികം തവണ സംസ്ഥാന സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡ്, മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തി തന്നെയാണ്. റെക്കോർഡ് നേട്ടമാണ്. പക്ഷേ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പരിപാടിക്ക് വന്നവർ ആരാണ്? മമ്മൂട്ടി മാത്രമാണ് പങ്കെടുത്തത്. എന്തുകൊണ്ട് മോഹൻലാൽ പങ്കെടുത്തില്ല? ആസിഫ് അലിയെ ക്ഷണിച്ചില്ല. അപ്പോൾ ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ ഒരു ചർച്ച നടത്തുന്നുണ്ട്. കമലഹാസൻ വന്നില്ല, മോഹൻലാലും വന്നില്ല. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ വന്നത് മമ്മൂട്ടി മാത്രം. അതിൻ്റെ ഒരു നന്ദി സൂചകമാണോ ഈ അവാർഡെന്നുകൂടി സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്.